എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ടൈം പാസ് പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു ചെറിയൊരു മൊബൈൽ പൗച്ച് ഉണ്ടാക്കാൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇതൊരു വളരെ ചെറിയ ഒരു പണിയാണ്. കാരണം ഇത് കൊണ്ട് ഒരു സുഖമായിട്ട് നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോൺ ഇതിൽ വെക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഒരു ചേമ്പറും കൂടി ഉണ്ടായിരുവാണെങ്കിൽ അത്യാവശ്യം പൈസയോ താക്കോലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ ഉള്ള ഒരു ചെറിയ ഒരു പൗച്ച്. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള തുണി എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റ് വരുന്ന ബാക്കിയുള്ള തുണികൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ബ്ലൗസ് പീസിന്റെ ഒരു പീസാണ് ഈ പുറമെ നമ്മൾ കാണുന്ന ഈ റെഡ് കളറുള്ളത്. ബാക്കി ഉള്ളതും ഈ ഗോൾഡൻ കളറും ബ്ലൗസ് പീസിന്റെ ഒരു പീസ് തന്നെയാണ്. പിന്നെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഈ താഴെ കാണുന്ന പീസ് ഒരു ചുരിദാർ മെറ്റീരിയലിന്റെ ബാലൻസ് പീസുമാണ്. അപ്പോൾ ഇത് നോക്കിയതിൽ ഈ രണ്ട് പീസിൽ ഇങ്ങനെ ക്യാൻവാസ് ഒട്ടിക്കണം നമ്മൾ. ഇതിൽ ആ കൂടി ക്യാൻവാസ് ആണ്, കട്ടി കൂടിയ ക്യാൻവാസ്, വില കൂടിയ ക്യാൻവാസ് ആണ് ഇതിൽ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുക, ഇതിന്റെ മെഷർമെന്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ലാസ്റ്റിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കുക, ഇതുപോലെ ഈ 2-3 പീസുകളാണ് എനിക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ ഈ ഒരു ഗോൾഡൻ കളർ പീസ് ഉള്ളതിന് നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് നേരെ നടു മടക്കിയിട്ട് ഇങ്ങനെ സൈഡ് ഒരു കാലിഞ്ച് വെച്ചിട്ട് തയ്ക്കുക. തയ്ച്ചതിന് ശേഷം ഇത് നേരെ അകമ്പുറം തിരിക്കണം. ഇതൊരു കുഴല് പോലെ ആക്കി എടുത്തിട്ട് നമ്മൾ ഇതിനെ അയൺ ചെയ്ത് ഒരു സൈഡിലേക്ക് ആക്കുക. ഇതുപോലെ തിരിച്ചൊരു കുഴല് പോലെ ആക്കുക. ഇതിപ്പോ ഞാൻ കുഴല് പോലെ ആക്കി അയൺ ചെയ്ത് കൊണ്ടുവന്നാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് ഞാൻ മറ്റേ ഇതിനേക്കാളും ഒരു പൊടിക്ക് വീതി കൂടുതലാണ് വെച്ചിട്ടുള്ളത്, വീതിയല്ല നീളം. അപ്പോൾ അതുപോലെ നീളം കൂടുതൽ വയ്ക്കുക. കാരണം അത് നടുക്കിലൊരു പീസ് കെട്ട് വരാനുള്ളതാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് അളവ് വെച്ച് കഴിഞ്ഞാൽ നീളം ചിലപ്പോൾ കുറയും. അപ്പോൾ ഒരു പൊടിക്ക് കൂടുതൽ വയ്ക്കുക. അതുപോലെ ഈ പീസിൽ കണ്ടില്ലേ, ഇതില് ഞാൻ ഇത്രയും വീതിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് ഞാൻ ആ ബാലൻസ് പീസിൽ നിന്ന് അങ്ങനെ എടുത്തു വെച്ചതാണ്. അപ്പൊ ഇതൊരു 1 ഇഞ്ച് വീതിയിൽ ഉള്ള ഒരു കുഴലാണ് ഞാൻ തയ്ക്കുന്നത്. അതില് നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഒരു കുഴലാണിത്. ഇത് ആവശ്യമില്ലാത്ത ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതും നമ്മൾ കുഴല് അകമ്പുറം മറിക്കണം. ഇതിപ്പോ അകമ്പുറം ഞാൻ മറിച്ചതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ അതിനെ ഒരു റിംഗ് ആക്കി മാറ്റാനാണ്. അപ്പോൾ അതൊരു 1 ഇഞ്ച് വലുപ്പം തന്നെയുള്ള ഒരു റിങ്, 1 ഇഞ്ചിലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 1 ഇഞ്ച് മാക്സിമം വെച്ചിട്ടുള്ള ഒരു റിങ് പോലെ ചെയ്യാനാണ്. അപ്പൊ ഇതുപോലെ മടക്കി വെച്ചിട്ട് തയ്ക്കുക. തയ്ച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അകമ്പുറം മറിക്കുക. പിന്നെ അധികം സമയമൊന്നും വേണ്ട. ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ നല്ലൊരു പൗച്ച് നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള തുണികളൊക്കെ വെച്ച് ചെയ്താൽ മതി. പല പാച്ച് വർക്കോ ഒക്കെ ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് മൊബൈൽ സേഫ് ആയിരിക്കും ചെയ്യും. ഇതുപോലെ ഇതുപോലെ കുഴലാക്കി എടുക്കുന്നത്. അതിന് കുഴലാക്കി എടുത്തതിന് ശേഷം അത് ആണെങ്കിൽ ഒരു പാനലോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് റൗണ്ടാക്കി എടുക്കുക. ഓക്കെ, ഇനി അതിനുശേഷം ഉണ്ട് ഇത് ഞാൻ പറഞ്ഞു, ഇത് കുഴല് പോലെ ആക്കി തിരിച്ച് മടക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ നേരെ നടു ഇതുപോലെ മടക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മടക്കി ഇങ്ങോട്ട് മടക്കി തിരിച്ച് അങ്ങോട്ടും മടക്കുക.
അപ്പോൾ ഇങ്ങനെ മടക്കുക. അത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇത് നമുക്ക് ആ റിങ് ഉണ്ടാക്കി തന്നെ അകത്തേക്ക് കയറ്റണം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഷേപ്പിൽ വേണം അത് നിൽക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാണ് അത് ഇങ്ങനെ തന്നെ മടക്കാൻ പറഞ്ഞത്. നമുക്ക് ഇതുപോലെ അത് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പ് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുക. അത് കയറ്റുന്ന സമയത്ത് റിങ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാവുന്ന സൗകര്യത്തിൽ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ടി വെറുതെ റിങ് കയറ്റി നമ്മൾ അങ്ങനെ വെക്കണമല്ലോ. ഇങ്ങനെ വെച്ച് ഇപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ ടൈ പോലെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നമ്മൾ തയ്ക്കുകയാണ് ഈ പീസിൽ. പിന്നെ സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് അപ്പുറത്തേക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട്, ഈ സൈഡ് മാത്രം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെയും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക മടക്കിയിട്ട്. ഇനി നമ്മൾ ഇത് കറക്റ്റ് നടുക്കിൽ വെച്ച് ഒരു സൈഡ് തയ്ക്കുക. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ക്കുക. ഇപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നോക്കുക, ഞാൻ ഇതിൽ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ളത് കറക്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒട്ടിക്കിട്ട് നോക്കുക. ഈ സൈഡ് നോക്കുക. അപ്പോൾ നമ്മൾ ഈ നീളം കൂടുതൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഈ സൈഡ് നമുക്ക് കൂടുതലുള്ള നീളം വെട്ടിക്കളയായിട്ട് വരും. വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ആ റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സെൻറ്റർ ചെയ്യാം. പിന്നെ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം അതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. റിങ് നമ്മളിവിടെ ഫിക്സ് ചെയ്യണില്ല. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ ചെയ്യണത് ഇത് കണ്ട്, ഇത് ഞാൻ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ നമ്മൾ മറ്റേ പീസ് ജോയിൻ ചെയ്യണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏത് സൈഡിലാണ് ഞാൻ വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇത് വെക്കുക. ഇതിൽ ഞാൻ റെഡ് ഒരു മാർക്ക് ലൈൻ ഇട്ടിട്ടുണ്ട്. അത് അതുപോലെ അവിടുന്ന് നമ്മൾ തയ്ച്ചു കൊണ്ടുവന്ന് ഇത് പകുതിയിൽ നിർത്തിയിട്ട് രണ്ടാമത് വയ്ക്കാണ്ട് ഇതിവിടെ നിർത്തുക. കാരണം നടുക്ക് കൂടെ നമുക്കൊരു ഗ്യാപ്പ് വേണം. ഇനി ഇതിന് ഒന്ന് കറക്റ്റായിട്ട് നൂർത്തി മടക്കണം. അത് നമ്മളുടെ ആ തയ്ച്ച തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കും മടക്കി തയ്ക്കണം കറക്റ്റായിട്ട്. ഇതിൻ്റെ തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കും മടക്കിയിട്ടുണ്ട്. അപ്പം അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കറക്റ്റായിട്ട് തയ്ക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കാണ്ടില്ല, ഞാൻ ഒരു പീസിൽ കുറച്ച് ഭാഗത്ത് ക്യാൻവാസ് ഒട്ടിച്ചിട്ടില്ല. അത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാൻവാസ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് അത് വളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഉൾഭാഗത്ത് വരുന്ന ചേമ്പറാണ്. കാരണം നമുക്ക് ഈ പൈസ ഇടാനോ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ചേമ്പറാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അത് അങ്ങനെ തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിനുശേഷം നോക്കുക, ഇതുപോലെ ഞാൻ അയൺ ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, അതിൽ ഇതാണ് ഈ ഹോള്. അപ്പൊ ആ ഹോൾ അവിടെ തന്നെ നിർത്തിയിട്ട് ഈ ഇത്രയും ഭാഗം ക്യാൻവാസ് ഉള്ള ഭാഗത്തിന്റെ നേരെ നടു മടക്കി ഇതുപോലെ അയൺ ചെയ്യുക. അതിനുശേഷം ഈ വരയിന്ന് നേരെ ഇങ്ങോട്ട് അതും മടക്കി വയ്ക്കുക. ഇത്ര ഉള്ളൂ ഇതിന്റെ പണി. ഇതിനുശേഷം ഇപ്പൊ അടിഭാഗം കിടക്കുന്ന നൂർന്ന് കിടക്കുന്ന അടിഭാഗത്തിന് നമ്മൾ അപ്പുറത്തേക്ക് മടക്കുക. ഇതിൽ ഞാൻ ഈ ഒരു ഷേപ്പ് വരച്ചിട്ടുള്ളതാണ്. ഞാൻ ഇതുപോലെ രണ്ട് മടക്കുക. മടക്കിയിട്ട് രണ്ട് സൈഡിൽ പിൻ കുത്തുക. ഇതിൽ നിങ്ങൾക്ക് ഈ ചേമ്പറുകളുടെ എണ്ണം കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് നീളം കൂട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇനി ചേമ്പറുകളുടെ എണ്ണം വേണമെങ്കിൽ എണ്ണം കൂട്ടാം.
ഇപ്പൊ ഇതുപോലെ രണ്ട് സൈഡിൽ രണ്ട് പിന്ന് കുത്തിയിട്ട് ഇനി ആ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് കൂടെ കറക്റ്റ് ആയിട്ട് തയ്ക്കുക. ഇത് നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. ഞാനിത് കട്ടി കൂടിയ നൂല് ഇട്ടിട്ടാണ് തയ്ക്കണത്. അപ്പോൾ ജീൻസ് തയ്ക്കുന്ന നൂലിട്ടിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കട്ടി കൂടിയ നൂലിട്ടിട്ട് തയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇത് വേഗം പൊട്ടിപ്പോലും ചിലപ്പോൾ. നമ്മൾ അകമ്പുറം മറിക്കേണ്ടതാണത്. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സൈഡ് ആവശ്യമില്ലാത്ത സൈഡ് കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞ് ഈ ക്യാൻവാസുള്ള ഭാഗം, ഈ ഇതിന്റെ ഫ്ലിപ്പ് മടക്കുന്ന ഭാഗം സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കോളർ കട്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ ശരിക്കും മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഉള്ളില് ആ ഒരു ഭാഗത്ത് നമ്മൾ ഹോള് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ കൂടെ കൈ ഇട്ടിട്ട് ഇതുപോലെ ഇതിനെ പിടിച്ച് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. നേരെ തന്നെ അകമ്പുറം മറിക്കണം. നമ്മൾ കണ്ടില്ലേ, ഈ ഹോള് കൂടെ ഇതിനെ പുറത്തേക്ക് എടുക്കുക. വലിയ ഹോള് നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ ചെറിയൊരു ഹോൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഉള്ളിൽ കൂടെ ഇത് കറക്റ്റ് ആയിട്ട് പോരും. ഇതുപോലെ ഒന്ന് പിന്നൊന്ന് ഇതുപോലെ വിരലോണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്ത് പുറത്തേക്ക് എടുത്താൽ മതി. അത് ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പേഴ്സുകളൊക്കെ കുട്ടികൾ ഒക്കെ ഉള്ളവർക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പെൻസിലൊക്കെ ഇടാനുള്ള പൗച്ചുകളൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടിട്ട് ശരിക്കും നമുക്ക് പുറം ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് ആക്കി എടുക്കുക. ഇത് കണ്ടു, ഇത് ഈ ചുളിവ് നിൽക്കുന്നതൊക്കെ നമുക്ക് ഇതിന്റെ ആ ഹോള് കൂടെ വിരലുള്ളിലേക്ക് ഇട്ടിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. വിരലോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ പോലത്തെ വല്ല ടൂൾസ് ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഹോൾ അവിടെ ഇട്ടിട്ടുള്ളത് ഇത് അകമ്പുറം മറിച്ച് അതൊക്കെ ക്ലിയർ ചെയ്യാനാണ്. അതിന് ശേഷമാണ് നമ്മൾ ഹോൾ ക്ലോസ് ചെയ്യുക. ഇതിലിപ്പോൾ നമ്മുടെ തയ്പ്പിഞ്ഞി ഒന്നുമില്ല. തയ്പ്പിഞ്ഞി നമുക്ക് ആ ഹോൾ ക്ലോസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള തയ്പ്പുകൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ സൈഡ് കൂടെ ഒന്ന് അടിക്കാം. ഈ മോൾ ഭാഗം മടക്കി വെക്കുന്ന ആ ഭാഗമാണെങ്കിൽ സൈഡ് കൂടെ അടിക്കാം. ഞാനിതിൽ തയ്ക്കുന്നില്ല. ഇനി നോക്കുക, നമ്മള് ഇപ്പൊ ഇത് ഈ ഗോൾഡൻ കളർ തുണി അപ്പുറത്ത് വന്ന് നിൽക്കണതിന് ഇപ്പുറത്തേക്ക് വെക്കാൻ എത്ര പണിയുള്ളൂ. ഇങ്ങനെയാണ്, ഈ സൈഡിലേക്കാണ് നമുക്ക് ഇതാക്കേണ്ടത്. ഓക്കെ, ഇതിപ്പോ നമ്മുടെ പണി ഒരുവിധം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അഡ്ജുകള് ഒക്കെ ഉള്ളിൽ നിന്ന് വലിച്ച് കറക്റ്റ് ചെയ്യണത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മള് അതൊക്കെ നമുക്ക് ഇതുപോലെ വലിച്ചിട്ടും അതുപോലെ ഉള്ളിൽ കൂടെ ആ ഹോളിൽ കൂടെ നിങ്ങൾക്ക് വിരലിട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ടൂൾസ് ഇട്ടിട്ട് നിങ്ങൾക്ക് അതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിന്റെ മോൾ ഭാഗം കണ്ടു, ഈ മോൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഷേപ്പ് ആയിട്ടില്ല. അപ്പൊ അത് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നോക്കിയപ്പോൾ നമുക്ക് സുഖമായിട്ട് മനസ്സിലാവും. അത് നമ്മൾ കോളറൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇതിന്റെ ഷേപ്പ് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ആ മൂല നമുക്ക് ഒന്നുകൂടി കറക്റ്റ് ചെയ്യാൻ ഇതുപോലെ ഈ ഹോള് കൂടെ ടൂൾസ് കയറ്റിയിട്ട് സ്ക്രൂ ഡ്രൈവർ എന്തായാലും കയറ്റി
ഇതുപോലെ വൃത്തിയായിട്ട് പുറത്തേക്ക് തള്ളി ഷേപ്പ് കറക്റ്റ് ചെയ്യുക, എല്ലാ ഭാഗങ്ങളും ഷേപ്പ് കറക്റ്റ് ചെയ്യാനുള്ളതൊക്കെ. ഷേപ്പ് കറക്റ്റ് ചെയ്തതിന് ശേഷം അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ അതിലൊരു ബട്ടൺസ് ഫിറ്റ് ചെയ്യുക വേണ്ട. ഇതിപ്പോ നമ്മുടെ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഹോൾ ക്ലോസ് ചെയ്യാണ്. കാരണം ആ ഹോളിന്റെ ആവശ്യം ഇനി അവിടെ ഇല്ല. ലാസ്റ്റ് നമ്മൾ ഈ ഹോള് ഇതുപോലെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഒരു ബട്ടൺസ് കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഞാനൊരു പ്രസ് ബട്ടൺ ആണ് ഫിറ്റ് ചെയ്യണത്. അപ്പൊ നിങ്ങൾ പ്രസ് ബട്ടൺ ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണ അവിടെ ബട്ടൺ ഹോൾഡ് ഇട്ടിട്ട് ഒരു ബട്ടൺ വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തുണി ബ്രൊക്കേഡ് ടൈപ്പ് തുണിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു തിളക്കവും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു റെഡിമെയ്ഡ് വാങ്ങിയ അതേ ലുക്ക് തന്നെയാണ് ഇതിനുള്ളത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ പാറ്റേൺ ഏത് സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പേപ്പർ കട്ടിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പേപ്പർ കട്ടിങ് ഇപ്പോൾ കാണിച്ചു ഞാൻ. അപ്പോൾ ഇത് കണ്ട് ഇതിൽ 2 പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതിന്റെ മെഷർമെന്റുകളാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 7 ഇഞ്ച് വീതി, 6 ഇഞ്ച് നീളം, അതുപോലെ തന്നെ 3 ഇഞ്ച് വീതിയുള്ള മൊബൈൽ ഒതുങ്ങുന്നതാണ് ഈ കണക്ക്. ഇനി നിങ്ങളുടെ മൊബൈൽ ഇതിനേക്കാളും വലുപ്പം കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നോക്കുക, ഞാൻ ഇതിൽ 6 ഇഞ്ച് നീളമുള്ളതിന് എത്രയാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്, അതുപോലെ വീതിക്ക് അനുസരിച്ച് ഞാൻ എത്രയാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിന് വല്ല സൈസ് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ സൈസിനുള്ള പൗച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മെസ്സേജ് ചെയ്തിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.